ഈ ഫുഡ് ചേഞ്ചർ പിന്നെ എല്ലാവരും വാങ്ങിയിട്ടോ, പക്ഷെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റിച്ചിങ് അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതിൽ ഞാൻ എന്താ പറഞ്ഞാൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ വെച്ചിട്ടില്ല എങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടു, ഇതിൽ ഈ പ്രഷർ ഫുട്ട് നമ്മൾ ഓൾറെഡി ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു, ഇതിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ തള്ളി വരും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, സ്പെഷ്യലി നമ്മൾ പൈപ്പിങ് അതുപോലെ സിപ്പർ ഒക്കെ വെച്ച് തയ്ക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് തള്ളി വരും. ഇത് കൃത്യമായിട്ട് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇതുപോലെ ഫുൾ ടൈറ്റ് ആക്കി വെക്കുക. ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ യാതൊരു വിധത്തിലും കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, കൃത്യമായിട്ട് തയ്ക്കാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും ഈ സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് ഇത് ഊരി മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ചെറിയൊരു ലൂസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യ സമയത്ത് പതുക്കൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും പ്രഷർ ഫുട്ട്, അത് കഴിഞ്ഞ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു അടിപൊളി ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.